പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ മാത്രം ഈ അവസരം എടുക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ജീവിത സന്ദേശങ്ങളായി സ്വീകരിക്കാനുമുണ്ട്. ഒരു ജീവിത സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം പോസ്റ്റ് നേറ്റിവിറ്റി ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ ശിശുവായ യേശുവിനെ കാണുവാൻ വിദ്വാൻമാർ വരുന്നു, ആട്ടിടയന്മാർ വരുന്നു. അവരൊക്കെ ആരാധിക്കുകയും ഒരു രാജാതിരാജനെ വാഴ്ത്തുന്നത് പോലെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. 8-ാം ദിവസം ചേലാകർമ്മം നടത്തുവാൻ ചെല്ലുമ്പോൾ ശീമോൻ വളരെ ദുഃഖകരമായ വാളുപോലെ നെഞ്ചിൽ തറച്ചു കയറുന്ന ഒരു വാക്യം പറയുന്നുണ്ട്. ഈ ശിശു പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ആയി ഭവിക്കും, അതോടൊപ്പം നിന്റെ ഹൃദയത്തിൽ ഒരു വാള് കടക്കും എന്ന് പറയും. നോക്കുക, ദൈവമാതാവ് പല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഒരു വശത്ത് പുകഴ്ത്തുന്നവര്, ഉയർത്തുന്നവര്, മറുവശത്ത് താഴ്ത്തുന്നവർ, ഭയപ്പെടുത്തുന്നവർ. അപ്പോൾ ഭയപ്പാടിൻ്റെയും താഴ്ത്തിക്കെട്ടലുകളുടെയും അതോടൊപ്പം തന്നെ വന്ദനവിൻ്റെയും പുകഴ്ചയുടെയും ഒക്കെ പലവിധമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ മാതാവായിരിക്കും. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ്ത മാതാവിൻ്റെ ജീവിതത്തിൻ്റെ ആ അപ്രോച്ചിനെ കുറിച്ച് ഒരൊറ്റ സെന്റൻസ് പറയുന്നുണ്ട്, വളരെ ശ്രദ്ധേയമാണ്. അവൾ സകലവും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇത് ആത്മീയതയുടെ ഔന്നത്യത്തിലുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. പത്തനാപുരത്ത് താബോർ ദേറായിൽ പിതാക്കന്മാരോടൊപ്പം ജീവിപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ദിദിമോസ് ബാവായിൽ ഞാൻ ഈ അനുഭവം കണ്ടിട്ടുണ്ട്. പരിശുദ്ധ ദിദിമോസ് ബാവായെ കൊച്ചു മെത്രാച്ചനായിട്ട്, വലിയ മെത്രാച്ചനായിട്ട്, നിയുക്ത കാതോലിക്കയായിട്ട്, വിരമിച്ച കാതോലിക്കയായിട്ട് ഒക്കെ ഞാൻ അദ്ദേഹത്തിനോട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. പക്ഷേ എല്ലാ അവസരത്തിലും ഒരേ ഭാവം മാത്രമേ പരിശുദ്ധ ബാവായിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സന്യാസ ജീവിതത്തിൻ്റെ നിസ്സംഗതയാണ്, ഇൻഡിഫറൻസ്. പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും ഭയപ്പെടുത്തിയാലും ഏത് ജീവിത സാഹചര്യങ്ങളിലും ഒരു നിസ്സംഗത അവലംബിക്കുക എന്നുള്ളത് ആത്മീയതയുടെ ഉത്തുംഗാവസ്ഥയിൽ ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. നമ്മളൊക്കെ ഭയപ്പെടുത്തുമ്പോൾ ഭയപ്പെട്ടു പോകും. നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുവോ ശ്ലാഘിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഉയർന്നു പോകും. നമ്മളെ ആരെങ്കിലും ഇകഴ്ത്തുമ്പോൾ നമ്മൾ മനോവ്യഥ കൊണ്ട് താണുപോകും. ഇതാണ് ലോകമനുഷ്യരുടെ അവസ്ഥ. എന്നാൽ മാതാവിൽ നിന്ന് പഠിക്കുവാനുള്ള വളരെ ശ്രദ്ധേയമായൊരു പാഠം ഇതാണ്. എ ലൈഫ് മെസ്സേജ് ടു ബി ഇംബൈബ്ഡ് ഫ്രം സെയിന്റ് മേരി. കീപ് എ ബാലൻസ്. Always keep a balance. പുകഴ്ത്തിയാലും പൊക്കിയാലും, താത്താലും അപവാദം പറഞ്ഞാലും, ഭയപ്പെടുത്തിയാലും, ഏത് ജീവിത സാഹചര്യങ്ങളിലും ഒരു സന്തുലനത, ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക. ഇതാണല്ലോ ലൂക്കോസ് അമ്മയെക്കുറിച്ചുള്ള നല്ലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. അവൾ സകലവും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഹെരോദാവിന്റെ ഭയപ്പാടിൽ ഭയപ്പെട്ടില്ല. ശീമോൻ പറഞ്ഞ ആ ദുഃഖകരമായ കാര്യങ്ങളിൽ ഒരുപാട് താണുപോയില്ല. വിദ്വാൻമാരും ആട്ടിടയന്മാരും പുകഴ്ത്തിയതിൽ അധികം ഉയർന്നു പോയില്ല. ഷീ കെപ്റ്റ് എ ബാലൻസ്, എ സ്പിരിച്വൽ ബാലൻസ്. ഇതാണ് മാതാവിൽ നിന്ന് പഠിക്കുവാനുള്ള വലിയൊരു സന്ദേശം. ഇത് നമ്മളെ കൊണ്ടൊന്നും പെട്ടെന്ന് പറ്റത്തില്ല, എങ്കിലും ട്രൈ. ഏത് സാഹചര്യം വന്നാലും ചെറിയൊരു മന്ദസ്മിതത്തോടെ
ദൈവത്തിൽ സമർപ്പിക്കുക. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ, ക്രൂശിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ അനുഭവം, അവിടെയും ഇത് തന്നെയാണ് കാണുന്നത്. ഏകജാതനായ മകൻ പിടഞ്ഞു പിടഞ്ഞു കുരിശിന്മേൽ മരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് അത് നോക്കി നിൽക്കാൻ പറ്റുമോ? സാധ്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെയും ഷീ കെപ്റ്റ് ഹെർ സ്പിരിച്വൽ ബാലൻസ്. ആ കുരിശിന്മേൽ കെട്ടിപ്പിടിച്ച് ഇരുതുള്ളി കണ്ണീരൊഴുക്കുന്ന അനുഭവം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മറ്റുള്ളവർ പുകഴ്ത്തിയാലും മറ്റുള്ളവർ താത്താലും ഒന്നും അതിനോട് വലുതായിട്ട് പ്രതികരിക്കണ്ട. എല്ലാം തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുമേ നിന്ന് ഇരുതുള്ളി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ആ ഒരു വലിയ അനുഭവം. കാലം ചെയ്ത പരിശുദ്ധനായ മാത്യൂസ് തുതിയൻ ബാവ തിരുമേനിയെ കുറിച്ച് ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ മാത്യൂസ് തുതിയൻ ബാവ തിരുമേനി ഓദറദേറായിൽ ഏഞ്ചലച്ചനായി, മാത്യൂസ് അച്ഛനായി താമസിക്കുന്ന കാലം, അധികം പ്രായമില്ല, അറൗണ്ട് 30s, 30കളിൽ പ്രായമുള്ള ആ സമയം. അവിടെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ചു. ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അവൾക്ക് നിൽക്കാൻ വേണ്ടി അവൾ പറഞ്ഞു, മാത്യൂസ് അച്ഛനാണ് ഇതിന് ഉത്തരവാദി. ആര് കേട്ടാലും വിശ്വസിച്ചു പോകും. കാരണം ദേറായിൽ വന്ന് അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. നമ്മളാണെങ്കിൽ ഞാനല്ല അതിന് ഉത്തരവാദി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കും. മാത്യൂസ് അച്ഛനൊന്നും മിണ്ടിയില്ല, ഒരക്ഷരവും മിണ്ടിയില്ല. ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല. അദ്ദേഹം ദേറാ ചാപ്പലിൽ പ്രവേശിച്ച് ഇതിന്റെ സത്യം വെളിവാകുന്നത് വരെ ജലപാനം മാത്രം നടത്തി ഉപവസിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ചുമ്മാ കഥ പറയല്ല, അനുഭവമാണ് പറയുന്നത്. 3-ാം ദിവസം ഈ സ്ത്രീ കുഞ്ഞിനെ എടുത്തോണ്ട് ഓദ്രയുടെ തെരുവുകളിൽ, അല്പം വട്ടായിപ്പോയി, ഓദ്രയുടെ തെരുവുകളിൽ വിളിച്ചു പറഞ്ഞ് നടക്കുകയാണ്. അല്പം തലയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഈ കുഞ്ഞിൻ്റെ അപ്പന് ഇന്നാരാണെന്ന് ഒറിജിനൽ ആളിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ നടന്നു. അറ്റ് ദ സെയിം ടൈം ഒറിജിനൽ ഉത്തരവാദിയായ ആ പുരുഷൻ, ഞാനാണ് കുഞ്ഞിൻ്റെ അപ്പനെന്ന് പറഞ്ഞ് അവനും ഓദ്ര തെരുവിൽ, അവനും വട്ടായിപ്പോയി. രണ്ടുപേരും പറഞ്ഞുകൊണ്ട് നടന്നു. സത്യം വെളിവായതിനു ശേഷമാണ് മാത്യൂസ് തുതിയൻ ബാവ, അന്ന് ഏഞ്ചലച്ചൻ മാത്യൂസ് അച്ഛന് ഉപവാസം നിർത്തിയത്, പ്രാർത്ഥന നടത്തി. ഇതാണ് സ്പിരിച്വൽ ഇൻഡിഫറൻസ്. പുകഴ്ത്തിയാലും അപവാദം പറഞ്ഞാലും ആത്മീയ സന്തുലനത പാലിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന അനുഭവം, അവിടെ ദൈവം വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ദൈവമാതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഈ ഒരു ജീവിത സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ചൊക്കെ പകർത്താൻ പറ്റുമോ? മുഴുവൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിവുള്ളിടത്തോളം ഭയപ്പെടുത്തുമ്പോൾ ഭയപ്പെടാതെയും, ഇടിച്ചു താഴ്ത്തുമ്പോൾ താഴ്ത്താതെയും, പൊങ്ങച്ചക്കാര് നമ്മെ ഒരുപാടങ്ങ് പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ഉയരാതെയും, ജീവിതത്തിൽ ആത്മീയമായ സന്തുലനത പാലിച്ചുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷവും സന്താപവും വരുമ്പോൾ ഒരുപോലെ ആ ദൈവസന്നിധിയിൽ പ്രവേശിച്ച് കണ്ണുകളുയർത്തി അമ്മ കുരിശയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ആ ഒരു ജീവിതാനുഭവം പ്രാപിക്കുവാൻ ഈ അമ്മയുടെ പെരുന്നാൾ, അമ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള ഈ സന്ദേശം നമുക്ക് കഴിവുള്ളിടത്തോളം പ്രായോഗികമാക്കാം. ദൈവം ഏവരെയും വലത്തുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.